ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അതാന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരത്തെ 4 മണി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറേ ദിവസങ്ങളായിട്ടോ, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അതാ പുല്ലൊക്കെ വലിച്ചൊരു ഭാഗത്ത് ആക്കി വൃത്തിയാക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹിസമോൾ അവിടെ മയിലിനെ കണ്ടിട്ട് അപ്പുറത്ത് നമ്മൾ തൊട്ട അവിടെ മയിൽ വരും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അവൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതാണ്ടോ എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ട. അപ്പോൾ ഞാൻ എന്താ അതിനൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി കത്തിച്ചു 4 ഭാഗം കൊണ്ട് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ അതാ എല്ലാ സൈഡും വൃത്തിയാക്കി. ഇതാണ്ടോ സേതുരാമയ്യർ നടക്കുന്നത്. ചില സമയത്ത് ഇങ്ങനെ ഒരു നടത്തണം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു നടത്തം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതാ എല്ലാ ഭാഗവും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് വൈകുന്നേരത്താണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള പണികളിലേക്ക് പുറത്തേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം രാവിലെ സ്കൂൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ വൈകുന്നേരത്തെ മോനിക്ക് മദർസ, അപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് മദർസയ്ക്ക് പോയ ശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വെളിയിലേക്ക് ഇറങ്ങിയത്. ഇത് വന്നിട്ട് പയർ കുത്തിയിട്ടാണ് കേട്ടോ. നോക്കുമ്പോൾ കണ്ടോ അതിൽ പൂവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഉറുമ്പ് വന്നിട്ട് അപ്പം ഞാൻ ചാരം തൂവി കൊടുത്ത ഉറുമ്പ് പോകുമെന്ന് വെച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് തൂവി കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതാ ഹിസോട്ട് മുറ്റത്ത് കളിക്കുകയാണ്. പിന്നെ അതാ അവളെ കുളിപ്പിച്ച് ഫ്രഷാക്കി ഉള്ളിൽ കയറ്റി. നമുക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അലക്കിയിട്ടതാണത്, എന്നാലും ഇന്ന് കുറച്ചും കൂടെ അലക്കാൻ അധികം ഉള്ളതുകൊണ്ട് വീണ്ടും വൈകുന്നേരത്തെ അലക്കാൻ കയറി കേട്ടോ. പിന്നെ അതാ താഴെ വന്നു ഞാൻ ഫ്രഷായി വീണ്ടും. പിന്നെ അതാ നിസ്കാരം ഓത്തും പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനിരുന്നു. മോനൊന്ന് കുറച്ച് നേരം എത്തി ഓതുമ്പോൾ അടുത്തിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്കതിന് കൂടാറില്ല. മാക്സിമം ഞാൻ അവനോട് ഇരിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ മോള് വാശിയായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിന് ഇരിക്കാൻ പറ്റാറില്ല കേട്ടോ. ഇതൊക്കെ മോൻ വരച്ചതാണ് കേട്ടോ. ഒരു ഫ്രെയിമിൽ ഇതാണ്ട് ഇതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ ഞാൻ അവന് പ്രോത്സാഹനം കൊടുക്കും കേട്ടോ. കാരണം മക്കൾക്ക് ഏതിനാണ് കഴിവെന്ന് നമ്മൾക്കറിയില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ വരയ്ക്കുമ്പോൾ ഞാനത് നന്നായിട്ടുണ്ടുകൊണ്ട് അത്യാവശ്യം എനിക്കതിനോട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതാ നമ്മൾ മേലിൽ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. തുണി തിരുമ്പി ഉണക്കണേങ്കാട്ടും വലിയ റിസ്ക് ആണില്ലേ. അതിന് മടക്കി ഒതുക്കി ഒരു ഭാഗത്ത് വെക്കുക പറയുമ്പോൾ എനിക്ക് നല്ല മടി പിടിച്ചൊരു പണിയാണ് കേട്ടോ അത്. അപ്പോൾ അതാ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി എടുത്തു. പിന്നെ അതായത് ആൾക്കാരുടെ ആയിട്ട് വേറെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതാ കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മുടെ കിച്ചൺ കഴുകലും വെക്കലും പറഞ്ഞ പോലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ടൈമാണ് കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.